മഹിമ പ്രതാപത്തോടുകൂടി എഴുന്നള്ളി എല്ലാത്തിനെയും പുതിയതാക്കിയ ഈശോയുടെ അനുഗ്രഹത്താൽ സ്നേഹിക്കപ്പെട്ട പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഇന്ന് ഓശാന തിരുനാളാണ്. 2016 വർഷങ്ങൾക്കപ്പുറം ജെറുസലേം പട്ടണത്തിൽ നടന്ന ഒരു ചരിത്ര സംഭവത്തിന്റെ പുനരവതരണമാണ് നമ്മളിപ്പോൾ ആചരിക്കുന്നത്. ഏവർക്കും ഈ ദിനത്തിന്റെ മംഗളങ്ങൾ ഹൃദയപൂർവ്വം ആശംസിക്കുകയാണ്. സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ ഓശാന തുടങ്ങി ഈസ്റ്റർ വരെയുള്ള ദിവസത്തെ ഒരു പുനരവലോകനം ചെയ്യുമ്പോൾ, പഴയതിനെ മാറ്റി പുതിയതാക്കുന്ന, നല്ലതാക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ കാണുക. ഇന്നിപ്പോൾ പുതിയതായി ഒരു കുരുത്തോല നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടി. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിച്ച കുരുത്തോല വിഭൂതിയുടെ ദിവസം കത്തിച്ച് ചാരമാക്കി നമ്മുടെ നെറ്റിയിൽ പുരട്ടിക്കൊണ്ടാണ് നമ്മൾ നോമ്പ് ആരംഭിച്ചത്. ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് വയ്ക്കാൻ പുതിയ ഒരു കുരുത്തോല അവിടെ തരുന്നു. പെസഹ ബുധനാഴ്ച, ഈ ഒരു വർഷം നമ്മൾ ഉപയോഗിക്കേണ്ട ഓയിൽ അത് ഔദ്യോഗികമായി വെഞ്ചരിക്കുന്ന ദിവസമാണ്. പെസഹ വ്യാഴാഴ്ച പരിശുദ്ധ കുർബാന, പുതിയ കുർബാന നമുക്ക് തരുന്നു. ദുഃഖശനിയാഴ്ച പുത്തൻ തിരി, ജ്ഞാനസ്നാന വ്രതം നവീകരിക്കുന്നു. എന്ന് പറഞ്ഞാൽ പുതിയ ഒരു അന്തരീക്ഷം, പഴയതിനെ മാറ്റി പുതിയതിനെ ധരിക്കുന്നതിന്റെ പ്രതീകമായിട്ടുള്ള ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ഈ ദിനത്തിന്റെ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഈശോ പറയുന്നത്. 1, വിനീതനാവുക. 2, വില കൊടുക്കുക. 3, വിശുദ്ധീകരിക്കുക. ഓശാനയ്ക്ക് പ്രധാനപ്പെട്ട 3 സന്ദേശങ്ങളേ ഉള്ളൂ. വിനീതനാവണം, വില കൊടുക്കണം, വിശുദ്ധീകരിക്കണം. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, മഹിമ പ്രതാപവാനായ ദൈവത്തിന്റെ പുത്രൻ എന്തുകൊണ്ട് കുതിരയെ തിരഞ്ഞെടുക്കാതെ വെറും ഒരു കഴുതിയെ തിരഞ്ഞെടുത്തു? അത് സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടു. എളിമയുടെ പാഠം നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ്. 2ാമത്തെ കാര്യം, കഴുതയ്ക്ക് അവൻ വില കൊടുത്തു. നമ്മൾ മറ്റുള്ളവരെ നോക്കി പറയാറുണ്ട്, ഇവനൊരു കഴുതയാണ്. ഈശോ പറയാണ്, നീ വിലയുള്ളവനാണ്. 3ാമത്തെ പ്രവൃത്തി, ഈശോ ദേവാലയം വിശുദ്ധീകരിച്ചതാണ്. So the focus point of Palm Sunday celebration is primarily on Jesus entering Jerusalem city triumphantly. The ride Jesus used for it usually goes unnoticed. Though he chose an insignificant animal to ride on, it teaches us some important lessons. Jesus himself picked it up for a purpose. In today's readings, Jesus says, "Go to the village ahead of you, and at once you will find a donkey tied there with hair caught by her. Untie them and bring them to me." Biblically speaking, donkey has a messianic significance. Prophet Zechariah says, "Behold, your king comes to you, triumphant and victorious. He is humble and riding on an ass, on a colt the foal of an ass." വിനീതദാസനായി നമ്മുടെ മധ്യത്തിലേക്ക് വന്ന യേശുവിനെയാണ് ഈ ഓശാന തിരുനാളിൽ നമ്മൾ ഓർക്കുക. ഈ ഓശാന തിരുനാളുകൾക്കപ്പുറം ഈശോ സഹിക്കുന്ന പാടുപീടകളുടെ ഓർമ്മ കൂടെ ഇന്ന് അയവിറക്കാൻ വേണ്ടി ഈശോ ആവശ്യപ്പെടുന്നു. അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, ഈ ഓശാനയ്ക്ക് പ്രധാനപ്പെട്ട 3 സന്ദേശങ്ങളാണ്. 1, വിനീതനാവുക. ഈശോ എഴുന്നള്ളിയത് കഴുതയുടെ പുറത്താണ്. എളിമപ്പെട്ടുകൊണ്ട് ഞാൻ സമാധാനത്തിന്റെ രാജാവാണെന്ന് അവിടുന്ന് പ്രഖ്യാപിക്കുക. What is the symbolism of donkey?
Donkey is a symbol of humility, a symbol of peace, a symbol of docility. Could Jesus not ride into the town on a mighty horse with a gold crown and soldiers all around him? Yes, but Jesus chose to ride a donkey in his everyday clothes, surrounded by his disciples, women and children. Jesus showed us what it means to be humble. Humility consists in the integrity of the person than in external appearance. Also, it reminds us that Jesus is a king in different way. ഈശോ രാജാവാണ്. നമ്മുടെ മനുഷ്യ സങ്കല്പങ്ങൾക്ക് അപ്പുറമുള്ള രാജാവാണ്. നമ്മൾ കാണുന്ന മുഴുവനും എല്ലാവരെയും അടിച്ചു നിരപ്പാക്കുന്ന രാജാവല്ല അവൻ. മറിച്ച് അവന്റെ രാജ്യത്വം എന്ന് പറയുന്നത് വിനീതമായ രാജ്യത്വമാണ്. ശാന്തിയുടെ, സമാധാനത്തിന്റെ, സ്നേഹത്തിന്റെ രാജ്യത്വമാണ്. അവൻ വില കൊടുക്കുന്നവനാണ്. അവൻ കൊടുത്ത് വില കൊണ്ടാണ് നമ്മളൊക്കെ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. He also tells us that though we are imperfect, Jesus might use us for his divine purpose, just as the simple animal was used for a very important job. Each of us is important to Jesus. The crowd worshipped Jesus even though he rode an animal that did not claim any dignity. We can do great things when we let Jesus use us for his work. നമ്മൾ ഈശോ എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി നമ്മൾ വിട്ടുകൊടുക്കുകയാണെങ്കിൽ നമ്മളും വലിയവരായിട്ട് മാറും. ഈശോയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കുക, ഈശോയ്ക്ക് വേണ്ടി നിന്നു കൊടുക്കുക, അതാണ് ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നത്. ഇവിടെ തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 2 ശിഷ്യന്മാരെ ബേത്ലഹേമിൽ എത്തിക്കഴിഞ്ഞപ്പോ 2 ശിഷ്യന്മാരെ തൊട്ടടുത്ത പട്ടണത്തിലേക്ക് അവൻ പറഞ്ഞു വിടുകയാണ്. അവൻ പറഞ്ഞു വിട്ടത് ഇപ്രകാരമാണ്: എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് നിങ്ങൾ ചെല്ലുവിൻ, അവിടെ ഒരു കഴുതയെയും കഴുതക്കുട്ടിയെയും നിങ്ങൾ കാണും. ആരെങ്കിലും എന്തെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ ഇവയെ കർത്താവിന് ആവശ്യമുണ്ടെന്ന് പറയണം. എന്താ ഇതിന്റെ അർത്ഥം? നമ്മൾ കാണുന്ന വചനം ഇതാണ്. കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നു, ഒരിക്കലും ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുതയെയും കഴുതക്കുട്ടിയെയും നിങ്ങൾ അവിടെ കാണും, നിങ്ങൾ അതിനെ അഴിച്ചുകൊണ്ട് വരണം. എന്തായിരിക്കും ഇതിന്റെ സന്ദേശം? ഓശാനയാണ്. കൈകളിലേക്ക് കുരുത്തോലകളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തായിരിക്കാം ഈശോ പറഞ്ഞ? ഇത് ഒരു പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ്. യൂദായോട് പറഞ്ഞ പ്രവചനം, സിഗിയോൻ പുത്രിയോട് പറഞ്ഞ പ്രവചനം, റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും സജീവവുമായ ബലിയായി അർപ്പിക്കണം. ആ പറഞ്ഞ വചനത്തിന്റെ ഒരു പൂർത്തീകരണമാണ്. എന്തുകൊണ്ടാണ് ഈശോ ഈ ഒരു വചനം പറഞ്ഞത്? നിങ്ങൾ ഒരു കഴുതയെയും കഴുതക്കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് കാണും, അതിനെ ആരും ഉപയോഗിച്ചിട്ടില്ല. എന്തായിരിക്കും? നമ്മൾ എന്നും ഓശാന ആചരിക്കുന്നതാണ്. എന്തുകൊണ്ട് ഈശോ അങ്ങനെ പറഞ്ഞത്? നമ്മളിൽ നിന്നും ഈശോ ഇത് ആഗ്രഹിക്കുന്നുണ്ട്. എന്തായിരിക്കും? ഈശോ പറയുകയാണ്, എനിക്ക് നിങ്ങളുടെ ഉച്ഛിഷ്ടമൊന്നും ആവശ്യമില്ല. എനിക്ക് നിങ്ങളുടെ ഉച്ഛിഷ്ടം വേണ്ട. നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷമുള്ളത് എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടത് ആരും ഉപയോഗിക്കാത്തത്, ഏറ്റവും മുന്തിയത് ആയിരിക്കണം. നമുക്കറിയാം, പരിശുദ്ധ അമ്മയുടെ ഉദരം അതാരും ഉപയോഗിച്ചതല്ല. ഈശോ പറയുകയാണ്, എനിക്ക് വേണ്ടത് വിശുദ്ധമായതാണ്, ആരും ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്തത് എനിക്ക് വേണം. അതുകൊണ്ട് അവൻ പറയുന്നു, എനിക്ക് ജെറുസലത്തേക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഒരു വാഹനം വേണം, ആ വാഹനത്തിൽ ആരും കയറാത്തത്. ഈശോ പറയാണ്, പ്രിയമുള്ളവരെ, ഈശോയ്ക്ക് വേണ്ടി, അതാണ് റോമാക്കാരുടെ ലേഖനത്തിലൂടെ നമ്മൾ വായിച്ചു കേട്ടത്, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും സജീവവുമായ ബലിയായി അർപ്പിക്കണം. ഈശോയ്ക്ക് അർപ്പിക്കേണ്ട ബലി എന്ന് പറയുന്നത് വിശുദ്ധമായിരിക്കണം. ഇവിടെ അടുത്ത വാക്യത്തിൽ നമ്മൾ കാണും, ജെറുസലേം ദേവാലയത്തിലേക്ക് കടന്ന യേശു തമ്പുരാൻ എന്ത് ചെയ്തു? ചാർത്ത എടുത്തതിന് ശേഷം ഒരു തരിപ്പണമാക്കൽ അവിടെ നടക്കുകയാണ്. നാണയമാറ്റക്കാരുടെ പാത്രങ്ങളെ തട്ടിമറിച്ചിട്ടു. എന്നിട്ട് അവന് പറഞ്ഞു, ഈ ദേവാലയം നിങ്ങൾ അങ്ങ് നശിപ്പിക്കുക. ഞാനത് എത്ര ദിവസം കൊണ്ട് പുനരുദ്ധരിക്കാം? എത്ര ദിവസം കൊണ്ടാ? 3 ദിവസം കൊണ്ടാ. ഈശോ പറഞ്ഞു, എന്തിനെ കുറിച്ചാണ്? നമ്മളെ പോലെ അവരും പറഞ്ഞു, ഈ ആലയം പണിയാൻ 46 സംവത്സരം എടുത്തു, എന്നാൽ നീ പറയുന്നു 3 ദിവസം കൊണ്ട് ഇത് പുനരുദ്ധരിക്കുമെന്ന്. എന്തൊരു വിഡ്ഢിത്തരമാ നീ പറയുന്നത്? ഈശോ പറഞ്ഞ ആ ആലയം ഏതാണ്? സ്വന്തം ശരീരം.
ഏതാണ്? മത്തപ്പൻ ഏതാണ്? ഈശോയുടെ ശരീരമാണ്. അതോടൊപ്പം ഈശോ പറയുകയാണ് നിന്റെ ശരീരം. പ്രിയമുള്ളവർ, ഈ ഓശാന നാളിൽ ഈശോ നമ്മോട് പറയുന്ന മനോഹരമായ വാക്യം ഇത് തന്നെയാണ്. നിന്റെ ശരീരം വിശുദ്ധമായിരിക്കണം, വിശുദ്ധമായി നീ ബലിയർപ്പിക്കണം. ഈശോ ജെറുസലേം ദേവാലയത്തെ ശുദ്ധീകരിച്ചു. ഇന്ന് ഈ ഓശാന നാളിൽ വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈശോ പറയുന്ന വചനം അത് തന്നെയാണ്, ശുദ്ധീകരിക്കുക. അതുകൊണ്ടാണ് പുതിയ ഒരു കുരുത്തോല നിങ്ങളുടെ കൈകളിലേക്ക് തന്നിരിക്കുന്നത്. പഴയതൊക്കെ നിങ്ങൾ പള്ളിയിൽ കൊണ്ടുവന്ന് കത്തിച്ചിട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, പെസഹ ബുധനാഴ്ച ഈ ഒരു വർഷക്കാലം നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന മോറാൻ വെഞ്ചിരിക്കുന്ന ദിവസമാണ്. ദുഃഖ ശനിയാഴ്ച പുത്തൻ വെള്ളവും പുത്തൻ തിരിയും നിങ്ങളുടെ കൈകളിലേക്ക് തരും. പലരും എന്ന് പറഞ്ഞു ഹന്നാമ്പള്ള പാത്രത്തിൽ വെള്ളമില്ല. ഞാൻ പറഞ്ഞു ഒരാഴ്ചയോട് വെയിറ്റ് ചെയ്യാം. കാരണം വരുന്ന ശനിയാഴ്ച പുത്തൻ വെള്ളം നിങ്ങൾക്ക് തരാനുള്ളതാണ്, പുത്തൻ തിരി നിങ്ങളുടെ കൈകളിലേക്ക് തരാനുള്ളതാണ്. പെസഹ വ്യാഴാഴ്ച കൊണ്ട് കുർബാന ഇതുവരെയുള്ള തീർക്കേണ്ടതാണ്. കാരണം ദുഃഖ വെള്ളിയാഴ്ച കുർബാനയുണ്ടോ? ദുഃഖവെള്ളിയാഴ്ച കുർബാനയുണ്ടോ? ദുഃഖവെള്ളിയാഴ്ച കുർബാനയില്ല. എന്ന് പറഞ്ഞാൽ പുതിയൊരു തുടക്കമാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ഈ ഒരു വരുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് പുതിയ തുടക്കം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളുടെ കൈകളിലുള്ള കുരുത്തോല നിങ്ങൾ വീട്ടുകളിൽ കൊണ്ടുപോകണം. അതിവിടെ അങ്ങ് വിട്ടേച്ച് പോകരുത്. അത് കൊണ്ടുപോയി നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ കേട്ടു. എന്താ കേട്ടത്? ഇത് വഹിക്കുന്ന സ്ഥലങ്ങളെയും വഹിക്കുന്ന കരങ്ങളെയും വഹിക്കുന്ന വാഹനങ്ങളെയും വിശുദ്ധീകരിക്കണമെന്നാണ് പറയുന്നത്. ഞാനിപ്പോഴും എൻ്റെ വാഹനത്തിൽ ഓല സൂക്ഷിക്കാറുണ്ട്, കുരുത്തോല സൂക്ഷിക്കാറുണ്ട്. ഈ പ്രാവശ്യം വിഭൂതിയുടെ അന്ന് മുഴുവൻ എടുത്തെങ്കിൽ തന്നെയും ഒരെണ്ണം അതിനകത്ത് വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? തമ്പുരാന്റെ സംരക്ഷണം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അതേ പ്രിയമുള്ളവരെ, ആ ഒരു ബോധ്യത്തോടുകൂടി വിശുദ്ധീകൃതമായ ഒരു ഹൃദയത്തോടുകൂടി ഈ ഓശാന നാളിനെ വരവേറ്റ് വലിയ ദിവസങ്ങളിലേക്ക് നാം പ്രവേശിക്കാം. ഓശാന എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഓശാന എന്ന വാക്കിന്റെ അർത്ഥം, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് ഓശാന? ഹോസാന, ക്രൈസ്റ്റ് സേവ് us, അല്ലെ? ഞങ്ങളെ രക്ഷിക്കണമേ. നമുക്കും പറയാം, ഈശോയെ, ഇന്ന് ഞങ്ങൾ കൈകളിൽ എന്തിരിക്കുന്ന ഈ കുരുത്തോലയുടെ ശക്തിയാൽ ഞങ്ങളുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കണമേ. നിന്റെ തിരുരക്തം കൊണ്ട്, നിന്റെ തിരുശരീരം കൊണ്ട് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ പുതിയവരായിട്ട് മാറട്ടെ. ഒരിക്കൽ കൂടി അവർക്കും ഈ ഓശാന തിരുനാളിന്റെ മംഗളങ്ങൾ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് കുർബാന തുടരാം.